Hello friends, എല്ലാവർക്കും നമ്മുടെ പ്ലസ് 1 ഫിസിക്സിന്റെ ആദ്യ വീഡിയോ ലെക്ചറിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ പ്ലസ് 1 ഫിസിക്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള യൂണിറ്റ് ആൻഡ് മെഷർമെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഈ ഒരു ചാപ്റ്റർ നോക്കിക്കാണുന്ന സമയത്ത് നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ നല്ല വെയിറ്റേജിന് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചോദിക്കുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ് നമ്മുടെ യൂണിറ്റ് ആൻഡ് മെഷർമെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ദാറ്റ് ഈസ് യൂണിറ്റ് ആൻഡ് മെഷർമെന്റ്സ്. യൂണിറ്റ് ആൻഡ് മെഷർമെന്റ്സ്. ഈ ഒരു ചാപ്റ്ററിന്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ യൂണിറ്റുകളെ കുറിച്ചിട്ടും അതേപോലെ തന്നെ കുറച്ച് മെഷർമെന്റ്സിനെ കുറിച്ചിട്ടും ഒക്കെ തന്നെയാണ് നമ്മുടെ ഈ ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മളൊരു ഫുള്ളി എല്ലാ തിയറിയും ഭാഗം ടച്ച് ചെയ്ത് പോകാ എന്നതിലുപരി നമ്മുടെ എക്സാം അടുത്തതോടനുബന്ധിച്ച് ചെറിയ റിവിഷൻ ക്ലാസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുക പ്രോബ്ലംസിലായിരിക്കും. ഓരോ പാർട്ടിൽ നിന്നും ഏതെല്ലാം രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുള്ള കാര്യമായിരിക്കും നമ്മൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം കുറച്ച് ഇൻട്രൊഡക്ഷണറി കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് നേരെ നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് എൻ്റർ ചെയ്യാം. അപ്പൊ ഈ ചാപ്റ്ററിന്റെ പേരിൽ ഫസ്റ്റ് തന്നെ സൂചിപ്പിക്കുന്നത് യൂണിറ്റ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് അല്ലെ. നമുക്ക് പരിചയമുള്ള കാര്യം തന്നെ ആയിരിക്കും. എന്താണ് ശരിക്കും ഒരു യൂണിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് നമ്മളൊരു യൂണിറ്റ് എന്ന് വിളിക്കുക? നമുക്ക് പരിചയമുള്ള ഒരുപാട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുന്ന മാസ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഉണ്ട് അല്ലെ. അതേപോലെ തന്നെ ലെങ്ത് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി, ടൈം എന്ന് പറയുന്ന ക്വാണ്ടിറ്റി, ഫോഴ്സ്, വെലോസിറ്റി, ആക്സലറേഷൻ, അങ്ങനെ നമ്മൾ പറയുന്ന ഒരുപാട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാറുണ്ട് അല്ലെങ്കിൽ പറയാറുണ്ട്. ഇത്തരത്തിലുള്ള എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റിയെയും നമ്മൾ അതിനെ റെഫർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയാണ് ശരിക്കും എന്തെന്ന് പറയുന്നത് യൂണിറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഇതൊരു മാർക്കറാണെന്ന് വിചാരിക്കുക. ഈ ഒരു മാർക്കറിന്റെ കേസിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചെറിയൊരു ഒബ്ജക്റ്റിന്റെ കേസിൽ ഇതിന്റെ ലെങ്ത് നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ ഇതിൽ പറയാം സെന്റിമീറ്ററിലോ അല്ലെങ്കിൽ ഒക്കെ പറയും, മില്ലിമീറ്ററിലൊക്കെ പറയാറുണ്ട്. എന്നാൽ അതേ സ്ഥാനത്ത് നിങ്ങളുടെ ഒരാള് നിങ്ങളുടെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് എത്ര അകലുണ്ടെന്നോ അല്ലെങ്കിൽ സ്കൂളിൽ തിരിച്ച് വേറെ ഏതെങ്കിലും ദൂരെയുള്ള ഒരു സ്ഥലത്തേക്ക് എത്ര അകലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സാധാരണ ഇതിൽ പറയുക കിലോമീറ്ററിലായിരിക്കും ദൂരം പറയുന്നുണ്ടാവും അല്ലെ. അവിടെ നിങ്ങൾ പറഞ്ഞത് ലെങ്ത് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി തന്നെയാണ്. പക്ഷെ അവിടെ നിങ്ങൾ അത് പറയാൻ വേണ്ടി ഉപയോഗിച്ച യൂണിറ്റ് എന്ന് പറയുന്നത് പക്ഷേ കിലോമീറ്ററോ മീറ്ററോ മറ്റൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മളൊരു ലെങ്ത് എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയെ തന്നെ വ്യത്യസ്ത യൂണിറ്റുകൾ പറയുകയാണ്. എന്നാൽ അതിന് പകരമായിട്ട് അതിന് വ്യത്യസ്തമായിട്ട് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു ക്വാണ്ടിറ്റിയെ ഇത്തരം ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളത് നമ്മുടെ ഫിസിക്സിന്റെ കേസിൽ അല്ലെങ്കിൽ സയൻസിന്റെ കേസിൽ ഒരു അത്യാവശ്യ ഘട്ടമാണ്, അത്യാവശ്യ സാഹചര്യമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ സിംപ്ലി പറയാം ഇന്റർനാഷണലി ആക്സെപ്റ്റഡ് റഫറൻസ് സ്റ്റാൻഡേർഡ് ആണ് എന്നാണ് നമ്മൾ യൂണിറ്റിനെ കുറിച്ച് പറയാം. എന്താണ് യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്റർനാഷണലി ആക്സെപ്റ്റഡ് റഫറൻസ് സ്റ്റാൻഡേർഡ് ആണ്. ഓക്കെ, ഇത്തരം യൂണിറ്റുകളെ നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂണിറ്റുകൾ ഉപയോഗിക്കുക എന്ന് പറഞ്ഞു അല്ലെ. ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂണിറ്റുകൾ ഉപയോഗിക്കുക. അപ്പൊ എന്താണ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന ഒരു ബേസിക് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞ മാസ്, ലെങ്ത് പോലെ എല്ലാ ക്വാണ്ടിറ്റീസിനെയും കൂടെ നമ്മൾ പറയുന്ന പേരാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ തന്നെ നമ്മൾ രണ്ട് രീതിയിൽ പറയാറുണ്ട്. ഒന്ന് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ബേസ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്ന് വിളിക്കുന്ന ക്വാണ്ടിറ്റീസ്. ബേസ് ക്വാണ്ടിറ്റി ഓർ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി. പിന്നെ അതേപോലെ തന്നെ നെക്സ്റ്റ് ക്വാണ്ടിറ്റി ആയിട്ടുള്ള ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. ഈ രണ്ട് രീതിക്കാണ് നമ്മൾ നോർമലി ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ ഡിസ്കസ് ചെയ്യാറ്. ഇതിൽ തന്നെ എന്താണ് ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ക്വാണ്ടിറ്റികളുണ്ട്. ആ ക്വാണ്ടിറ്റീസിനെ നമുക്ക് ആ ഉള്ള ഫോമിനേക്കാൾ ചെറുതായിട്ട് ഒരിക്കലും എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. ദ ക്വാണ്ടിറ്റീസ് which further cannot be expressed in simpler forms. For example, നമ്മുടെ ക്വാണ്ടിറ്റീസ് ആയിട്ടുള്ള മാസ്, അതേപോലെ തന്നെ ലെങ്ത്, ടൈം പോലത്തെ ക്വാണ്ടിറ്റീസ് ഒന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചു നോക്കുക. ലെങ്ത് പോലത്തെ ക്വാണ്ടിറ്റീസ്, അതേപോലെ തന്നെ ടൈം പോലത്തെ ക്വാണ്ടിറ്റീസ്, ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഇത്തരത്തിലുള്ള ക്വാണ്ടിറ്റീസിനെ നമുക്ക് ഇതിനേക്കാൾ ചെറുതായിട്ട് ഒരിക്കലും എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഫർദർ നമുക്ക് ഇതിനേക്കാൾ കൂടുതൽ സിമ്പിൾ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ക്വാണ്ടിറ്റീസ് നമ്മൾ വിളിക്കുന്നതാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ബേസ് ക്വാണ്ടിറ്റി എന്നൊക്കെ. എന്നാൽ ഇത്തരത്തിലുള്ള ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിനെ ഉപയോഗിച്ച് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ക്വാണ്ടിറ്റീസ് ആണ് എന്തെന്ന് പറയുന്നത് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ദ ക്വാണ്ടിറ്റീസ് which can be expressed in terms of fundamental quantities എന്ന് പറഞ്ഞു. എന്നാൽ ഇത്തരത്തിലുള്ള ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിന് എക്സാമ്പിൾ നമുക്ക് കേട്ടുപരിചയമുള്ള വെലോസിറ്റി, ആക്സലറേഷൻ, ഫോഴ്സ്, മൊമെന്റം തുടങ്ങിയിട്ടുള്ള അതായത് ഓരോ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ വെലോസിറ്റി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മീറ്റർ പെർ സെക്കൻഡ് യൂണിറ്റ് പറയാം അല്ലെ. അതായത് ഡിസ്പ്ലേസ്മെന്റ് പെർ യൂണിറ്റ് ടൈമാണ്.
അപ്പോൾ അവിടെ രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്തത്. അങ്ങനെ ഇത്തരത്തിലുള്ള ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിനെ കൂട്ടിയിട്ട് ചേർത്ത് നമ്മൾ ഉണ്ടാക്കുന്ന ആൾക്കാരാണ് അതെന്ന് പറയുന്നത് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ വെലോസിറ്റി, അതേപോലെ തന്നെ ആക്സിലറേഷൻ പോലത്തെ ആൾക്കാർ. ഓക്കെ, അപ്പൊ പറഞ്ഞ കാര്യത്തിലുള്ളൂ. എന്താണ് യൂണിറ്റ് എന്നുള്ളൊരു ചെറിയ കാര്യങ്ങൾ പറഞ്ഞു. ഇന്റർനാഷണലി ആക്സെപ്റ്റഡ് റെഫറൻസ് സ്റ്റാൻഡേർഡ് ആണ് നമ്മുടെ യൂണിറ്റ്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്താണെന്നുള്ള ബേസിക് കൺസെപ്റ്റ് പറഞ്ഞു. ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന് രണ്ട് രീതിയിലുണ്ട്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികൾ ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ രണ്ട് രീതിയിലുണ്ട്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയും അതേപോലെ തന്നെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി മാസ്, ലെങ്ത്, ടൈം ഒക്കെ എക്സാമ്പിൾ, അതേപോലെ തന്നെ വെലോസിറ്റി, ആക്സിലറേഷൻ. ഇതിന്റെയൊക്കെ യൂണിറ്റിനെ നമ്മൾ ഫണ്ടമെന്റൽ യൂണിറ്റ് എന്നും അതേപോലെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റിനെ നമ്മൾ ഡിറൈവ്ഡ് യൂണിറ്റ് എന്നൊക്കെ പറയാറുണ്ട്. ആ ഒരു ബേസിക് ആയിട്ട് ഓർത്തിരിക്കുക. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ ചോദിച്ചു കണ്ടിട്ടുള്ള ഫസ്റ്റ് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് പരിചയപ്പെടാം. അപ്പൊ ഇതിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരുപാട് യൂണിറ്റ് സിസ്റ്റങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. CGS, FPS, MKS എന്നൊക്കെ പറയുന്ന യൂണിറ്റ് സിസ്റ്റങ്ങളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന SI സിസ്റ്റം എന്ന് പറയുന്ന യൂണിറ്റ് സിസ്റ്റത്തെയും കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം. നമുക്ക് എല്ലാ കാര്യങ്ങളും ടച്ച് ചെയ്ത് പോകാൻ വേണ്ടി കഴിയില്ല. അപ്പൊ ഈ SI സിസ്റ്റത്തിൽ തന്നെ നിങ്ങൾ മെയിൻലി കേട്ടിട്ടുണ്ടാവും 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും അതേപോലെ തന്നെ 7 മെയിൻ ക്വാണ്ടിറ്റീസും അതേപോലെ തന്നെ 2 സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസും ആണുള്ളത് അല്ലെ. ഈ ക്വാണ്ടിറ്റീസ് തന്നെ നമ്മൾ പറയാറുള്ള മാസ്, ലെങ്ത്, ടൈം തുടങ്ങിയ ക്വാണ്ടിറ്റീസ് ഉണ്ട്. മാസ്, ലെങ്ത്, ടൈം എന്നൊക്കെ പറയുന്ന നമ്മുടെ ക്വാണ്ടിറ്റീസ് ഉണ്ട്. SI സിസ്റ്റത്തിലെ ക്വാണ്ടിറ്റീസ് ആണ് പറയുന്നത്. മാസ്, അതേപോലെ തന്നെ ലെങ്ത്, നമ്മുടെ ടൈം എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഉണ്ട്. പിന്നെ ടെമ്പറേച്ചർ ഉണ്ട്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഉണ്ട്. ഇലക്ട്രിക് കറന്റ് ഇന്റൻസിറ്റി ഉണ്ട്. പിന്നെ ലൈറ്റ് ഇന്റൻസിറ്റി അല്ലെങ്കിൽ നമ്മൾ ലൂമിനസ് ഇന്റൻസിറ്റി എന്നൊക്കെ വിളിക്കുന്ന ക്വാണ്ടിറ്റി ഉണ്ട്. ലൂമിനസ് ഇന്റൻസിറ്റി ഓർ ലൈറ്റ് ഇന്റൻസിറ്റി. ഓക്കെ, ഇതിന്റെ ഓരോന്നിന്റെ കേസിൽ ജസ്റ്റ് യൂണിറ്റുകൾ കൊടുത്തിരിക്കുക. ഇതൊക്കെ പറയുന്ന കാര്യം തന്നെയായിരിക്കും അല്ലെ. മാസ് നമ്മൾ എന്നാണ് റെപ്രസെന്റ് ചെയ്യാറ്, യൂണിറ്റ് കിലോഗ്രാം ആണ് കാണിക്കുക. ലെങ്ത്തിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്. കിലോഗ്രാം, ഗ്രാമിലൊക്കെ പറയാറുണ്ട്, പക്ഷെ SI യൂണിറ്റ് കിലോഗ്രാം ആണ്. SI യൂണിറ്റ്, ലെങ്ത്തിന്റെ SI യൂണിറ്റ് മീറ്റർ ആണ്. ടൈമിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ആണ്. ടെമ്പറേച്ചർ കെൽവിൻ ആണ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് നമ്മൾ സാധാരണ ഇതിൽ പറയാം മോളിലാണ്. ഇലക്ട്രിക് കറന്റ് ഇന്റൻസിറ്റി പറയാം ആംപിയറിലായിരിക്കും. അതേപോലെ തന്നെ ലൂമിനസ് ഇന്റൻസിറ്റി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം കാൻഡല എന്ന് പറയുന്ന CD എന്ന് കാണിക്കുന്ന ഒരു യൂണിറ്റ് ആണ്. അപ്പൊ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതൊക്കെ ചോദിക്കുന്ന സമയത്ത് പ്രത്യേകം എല്ലാവർക്കും അറിയാറുണ്ട്. ഈ ലൂമിനസ് ഇന്റൻസിറ്റി അല്ലെങ്കിൽ ലൈറ്റ് ഇന്റൻസിറ്റി എന്നൊക്കെ പറയുന്ന സമയത്ത് CD കാൻഡല എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഇതിന്റെ യൂണിറ്റ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതിൽ വേറെ സംഭവം എന്തെങ്കിലും പ്രശ്നമില്ല, ജസ്റ്റ് ഓടിച്ച് നോക്കുക. ഓക്കെ, പിന്നെ ഇനി ഈ ഒരു കേസിൽ തന്നെ ഇതിന്റെ സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അത് വെച്ചിട്ട് നമ്മുടെ എക്സാമിന് പലപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് അല്ലെ. ആ റിലേഷൻ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. അതായത് പൈ റാഡ് ഈക്വൽ ടു 180 ഡിഗ്രി. ഈ റിലേഷൻ വെച്ചിട്ട് അതായത് നമ്മുടെ ആംഗിൾ മെഷർ ചെയ്യാൻ തന്നെ നമുക്ക് 2 ക്വാണ്ടിറ്റീസ് ഉപയോഗിക്കാം അല്ലെ, 2 യൂണിറ്റുകൾ ഉപയോഗിക്കാം. ഒന്ന് റേഡിയൻ എന്ന് പറയുന്ന സംഭവം ഉപയോഗിക്കാം, അതേപോലെ തന്നെ ഡിഗ്രി എന്ന് പറയുന്ന സംഭവം ഉപയോഗിക്കാം. അപ്പോൾ എക്സാം പലപ്പോഴും ഈ ഒരു കാറ്റഗറി ചെയ്യുന്നത് സിമ്പിൾ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഡിഗ്രിയിൽ ഒരു ക്വാണ്ടിറ്റി തന്നിട്ട് അതിനെ യൂണിറ്റിലേക്ക് മാറ്റാൻ, ഡിഗ്രിയിൽ ഒരു സംഭവത്തെ തന്നിട്ട് അതിനെ റേഡിയനിലേക്ക് മാറ്റാൻ, അതേപോലെ തന്നെ ആംഗിൾ റേഡിയനിൽ തന്നിട്ട് നമ്മൾ ഡിഗ്രിയിലുള്ള ആംഗിൾ കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അത്തരം ക്വസ്റ്റ്യൻസ് ഫോർ എക്സാമ്പിൾ 2 ക്വസ്റ്റ്യൻസ് ഞാൻ കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് 150 ഡിഗ്രി ഈക്വൽ ടു ഡേഷ് റേഡിയൻ. ഇത്തരത്തിൽ ചോദിക്കുന്ന പ്രോബ്ലംസ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഒന്നില്ലെങ്കിൽ ഡിഗ്രിയെ റേഡിയനിലേക്ക് മാറ്റാൻ, അല്ല എന്നുണ്ടെങ്കിൽ റേഡിയനിൽ തന്നിട്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് 6 പൈ റേഡിയൻ 6 പൈ റാഡ് ഈക്വൽ ടു ഡേഷ് ഡിഗ്രി. ഈ രീതിയിലൊക്കെ ചോദിക്കുന്ന പ്രോബ്ലംസ്. അപ്പൊ ആംഗിൾ നമ്മൾ 2 രീതിയിൽ മെഷർ ചെയ്യാറുണ്ട്. ഒന്ന് റേഡിയനിൽ മെഷർ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഡിഗ്രിയിൽ മെഷർ ചെയ്യാറുണ്ട്. അപ്പൊ ഡിഗ്രിയിൽ തന്നിട്ട് റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ റേഡിയനിൽ തന്നിട്ട് ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യാനോ ചോദിക്കുന്ന ടൈപ്പ് ഓഫ് പ്രോബ്ലംസ്. ഇത്തരം പ്രോബ്ലംസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അതായത് ഡിഗ്രിയിൽ നിന്ന് റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ചോദിച്ചതെന്നുണ്ടെങ്കിൽ തന്നിട്ടുള്ള ആംഗിൾ അത് അതേപോലെ എഴുതുക. പിന്നെ ചെയ്യേണ്ട കാര്യം ഇൻറ്റു
പൈ ബൈ 180 കൊണ്ട് ഈ തന്നതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഡിഗ്രിയിൽ തന്നിട്ട് റേഡിയനിലേക്ക് മാറ്റാൻ വേണ്ടിയാണ് ചോദിച്ചതെന്നുണ്ടെങ്കിൽ തന്ന ക്വാണ്ടിറ്റി ഇൻറ്റു പൈ ബൈ 180 കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ സിംപിളി നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ വേണ്ടി പറ്റും. 15 18 ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ 5/6 പൈ റേഡിയൻ എന്ന് കിട്ടും, റാഡ് എന്ന് കിട്ടും. ഓക്കെ, ഈ രീതിയിൽ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ റേഡിയനിൽ തന്നിട്ട് ഡിഗ്രിയിലേക്ക് മാറ്റാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ തന്നിട്ടുള്ള അതിന്റെ ന്യൂമറിക്കൽ വാല്യൂ അല്ലെ 6 എന്നാണ് അവിടെ തന്നെ. അതേ ഇൻറ്റു 180 കൊണ്ട് ചെയ്താൽ മതി. 6 ഇൻറ്റു 180 ചെയ്യുക. നമുക്ക് എത്ര കിട്ടും? 0 8 580 ഡിഗ്രി എന്ന് കിട്ടും. 580 ഡിഗ്രി എന്ന് കിട്ടും. ഈ രീതിയിലൊക്കെയാണ് ഈ ഒരു കാറ്റഗറിയിൽ പ്രോബ്ലം ചോദിക്കുക. സിമ്പിൾ പ്രോബ്ലംസ് ആണ്, അത് ജസ്റ്റ് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ഒന്നുമില്ല, പല ആൾക്കാർക്കും ഇങ്ങനെ അങ്ങോട്ടും മാറ്റുന്നതായിരിക്കും സംശയമായിട്ട് തോന്നുന്നുണ്ടാവും. ഒന്നുമില്ല, സംശയത്തിന്റെ യാതൊരു പ്രശ്നവും ഇല്ല. അതിൽ ഡിഗ്രി തന്നിട്ട് റേഡിയനിലേക്ക് മാറ്റാൻ വേണ്ടി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പൈ ബൈ 180 ചെയ്യുക. അതേപോലെ തന്നെ റേഡിയൻ തന്നിട്ട് ഡിഗ്രിയിലേക്ക് മാറ്റാനാണെന്നുണ്ടെങ്കിൽ തന്നിട്ടുള്ള വാല്യൂ, ആ ന്യൂമറിക്കൽ വാല്യൂ ഇൻറ്റു 180 ആണ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് ഈ ഒരു പോർഷനിൽ നിന്ന് ചോദിച്ചു കണ്ടുള്ള ക്വസ്റ്റ്യൻ ആണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ്. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി. അപ്പോൾ ഇവിടെ 2-3 രീതിക്ക് നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഒന്ന്, എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി എന്ന് ചോദിക്കാറുണ്ട്. 2, അതിന്റെ കൺസെപ്റ്റ് വെച്ചിട്ട് അതിന്റെ അപ്ലിക്കേഷൻ ലെവലിലെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ആദ്യം മനസ്സിലാക്കുക, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി സ്റ്റേറ്റ് ചെയ്യുന്ന ഒരു സിമ്പിൾ കാര്യം പറയുന്നത്. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റിയിൽ പറയുന്ന കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഏതൊരു ഇക്വേഷൻ കൺസിഡർ ചെയ്യുന്ന സമയത്തും, ഏതോ ആയിക്കോട്ടെ, നമ്മുടെ ഇക്വേഷൻ ഏതോ ആയിക്കോട്ടെ, ഒരു ഇക്വേഷൻ ആണെന്നുണ്ടെങ്കിൽ ആ ഇക്വേഷനിലെ എല്ലാ ടേംസിനും സെയിം ഡയമെൻഷൻ ആയിരിക്കും എന്നാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി പറയുന്നത്. Principle of homogeneity states that in an equation all terms have same dimension. ഒരു ഇക്വേഷനിലെ എല്ലാ ടേംസിനും സെയിം ഡയമെൻഷൻ ആയിരിക്കും എന്നാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി. നമ്മൾ ഒരുപാട് ഇക്വേഷൻസ് വരുന്നില്ലേ. ഫോർ എക്സാമ്പിൾ v equal to u plus at, നമുക്ക് പരിചയമുള്ള ഇക്വേഷൻ ആണ്. ഈ ഒരു ഇക്വേഷൻ നമ്മൾ കൺസിഡർ ചെയ്യാന്നുണ്ടെങ്കിൽ ഇതിൽ ഓരോ ടേംസിന്റെയും ഡയമെൻഷൻ സെയിം ആണെന്നാണ് പറഞ്ഞത്. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഇതിലിപ്പോൾ ഏതൊക്കെയാണ് ടേംസ് എന്ന കാര്യം. ഇപ്പോൾ v ഒരു ടേം ആണ്, u ഒരു ടേം ആണ്, a ഒരു ടേം, t ഒരു ടേം എന്ന് പറയാൻ പാടില്ല. പകരം at എന്ന് പറയുന്നതും ഒരു ടേം, u എന്ന് പറയുന്നത് ഒരു ടേം, v എന്ന് പറയുന്നത് ഒരു ടേം. ഈ രീതിക്കാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അതായത് രണ്ട് ടേമുകളായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് മാത്സിൽ പറയാം. ഒന്നില്ലെങ്കിൽ ഈക്വൽ ടു വെച്ചിട്ടോ പ്ലസോ മൈനസോ ഒക്കെ വരുന്ന സമയത്താണ് നമ്മൾ ടേംസ് ആയിട്ട് പറയാം. ഓക്കെ, ഇൻറ്റു വരുന്ന സമയത്ത് അത് സെപ്പറേറ്റ് ടേം അല്ല, ഒരു സിംഗിൾ ടേം ആയിട്ടാണ് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുക. അപ്പോൾ അവിടെ 3 ടേമുകളുള്ള അല്ലേ. ഇനി എന്താ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റിയിൽ പറയുന്നത്? ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഇക്വേഷനിലെ എല്ലാ ടേംസിന്റെയും ഡയമെൻഷൻ യൂണിറ്റ് ഒക്കെ സെയിം ആയിരിക്കും എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഇത് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഡയമെൻഷൻ സെയിം ആയിരിക്കും എന്നാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി പറയുന്നത്. ഓക്കെ, അപ്പോൾ വിന്റെ ഡയമെൻഷൻ എന്താണോ അതന്നെയാണ് അതിനെയായിരിക്കും യുവിന്റെ ഡയമെൻഷൻ ആയിട്ട് കിട്ടുക. അതിനെയായിരിക്കും എ ടിയുടെ എ ഇൻറ്റു ടിയുടെ ഡയമെൻഷൻ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ടാവും. ഓക്കെ, ഇത് വെച്ചിട്ട് ഏതെല്ലാം രീതിയിൽ പ്രോബ്ലംസ് ചോദിക്കാറുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1-2 പ്രോബ്ലംസ് പ്രീവിയസ് എക്സാമിന്റെ പ്രോബ്ലംസ് പരിചയപ്പെടാം. ഒന്ന്, മുമ്പ് ചോദിച്ചുള്ള പ്രോബ്ലം ആയിരുന്നു എഫ് ഈക്വൽ ടു kx plus y. ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട് f equal to kx plus y where f denotes force. f എന്ന് പറയുന്നത് ഫോഴ്സിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത് and x denotes displacement. x ഡിസ്പ്ലേസ്മെന്റിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. and find out the dimensions കണ്ടെത്തുക നമ്മൾ ഇങ്ങനെ കാണിക്കുക അല്ലേ. dimensions of k and k ന്റെ ഡയമെൻഷൻ കാണണം, അതേപോലെ തന്നെ ഡയമെൻഷൻ ഓഫ് y. ഈ രണ്ട് ക്വാണ്ടിറ്റീസിന്റെ ഡയമെൻഷൻ കാണാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ശരിക്കും മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് എഫ് ഈക്വൽ ടു കെ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമുക്ക് നേരിട്ട് തന്നിട്ടുണ്ട്. എഫ് ഫോഴ്സ് ആണെന്നുള്ള കാര്യം ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, എഫ് ഫോഴ്സ് ആണെന്നുള്ള കാര്യം തന്നിട്ടുണ്ട്, എക്സ് ഡിസ്പ്ലേസ്മെന്റ് ആണെന്നുള്ള കാര്യം തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മോട് കെയുടെ ഡയമെൻഷനും അതേപോലെ തന്നെ വൈന്റെ ഡയമെൻഷനും കാണാൻ വേണ്ടിയാണ് നമ്മൾ ചോദിച്ചത്. ഓക്കെ, അപ്പോൾ ഇത്തരം പ്രോബ്ലംസ് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നോക്കാം.
പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി പ്രകാരം നമുക്ക് അറിയാവുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു ഇക്വേഷൻ വന്നു കഴിഞ്ഞാൽ f = kx + y എന്നൊരു ഇക്വേഷൻ വന്നു കഴിഞ്ഞാൽ അതിൽ എല്ലാ ടേംസിനും സെയിം ഡയമെൻഷൻ ഉണ്ടാവുക. അപ്പൊ അത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു ആൻസർ കിട്ടി അല്ലേ. അതായത് f ഒരു ടേം, kx ഒരു ടേം, y ഒരു ടേം, ഇങ്ങനെ മൂന്ന് ടേംസ് ഇതിലുള്ളൂ. അപ്പോൾ f ഒരു ടേമും y ഒരു ടേമും ആണെന്നുണ്ടെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി പ്രകാരം f ന്റെ ഡയമെൻഷൻ എന്താണോ അതന്നെ ആയിരിക്കും k ന്റെ ഡയമെൻഷൻ ഇൻടു x ന്റെ ഡയമെൻഷൻ വരിക. കാരണം അതാണ് ഒരു ടേം അല്ലേ. അതേ ഡയമെൻഷൻ തന്നെ ആയിരിക്കും ആർക്കും ഉണ്ടാവുക, y ക്ക് ഉണ്ടാവുക. അപ്പോൾ അത് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടുക y ന്റെ ഡയമെൻഷൻ ആയി തന്നെ കിട്ടും അല്ലേ. കാരണം f ന്റെ ഡയമെൻഷൻ എന്താണോ അതന്നെ ആയിരിക്കും ആരുടെ ഡയമെൻഷൻ ആയിട്ട് വരിക, y ന്റെ ഡയമെൻഷൻ ആയിട്ട് വരിക. f എന്ന് പറഞ്ഞിട്ട് ഫോഴ്സ് ആണ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻടു ആക്സലറേഷൻ ആണ്. അപ്പോൾ അതിന്റെ ഡയമെൻഷൻ ആയിട്ട് നമ്മൾ കാണിക്കുക m1L1 t⁻². m1L1 t⁻² എന്ന രീതിയിൽ കാണിക്കും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞുള്ള കാര്യം k ന്റെ ഡയമെൻഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമുക്ക് അറിയാം k ന്റെ ഡയമെൻഷൻ നമുക്ക് അറിയില്ല. പക്ഷെ പകരം നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി പ്രകാരം ഒരു കാര്യം അറിയാം, f ന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് k ന്റെ ഡയമെൻഷൻ ഇൻടു x ന്റെ ഡയമെൻഷന് ഈക്വൽ ആയിരിക്കും. നമുക്ക് എന്തിന്റെ ഡയമെൻഷൻ ആകാണ്ട് k ന്റെ ഡയമെൻഷൻ. അപ്പോൾ ഈ ക്വാണ്ടിറ്റിനെ പുറത്തേക്ക് എടുത്താൽ മതി. അതായത് ഇവിടെ k ന്റെ ഡയമെൻഷൻ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യത്തിലുള്ളൂ, നമുക്ക് അറിയാവുന്ന f ന്റെ ഡയമെൻഷൻ ഡിവൈഡ് ബൈ x ന്റെ ഡയമെൻഷൻ ചെയ്താൽ മതി. f ന്റെ ഡയമെൻഷൻ നമുക്ക് അറിയാലോ, m1L1 t⁻² ഡിവൈഡ് ബൈ x എന്താ ഡിസ്പ്ലേസ്മെന്റ്, അതിന്റെ ഡയമെൻഷൻ എന്താ m0L1 t⁻0 അല്ലേ. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ഡയമെൻഷൻ ആയിട്ട് കിട്ടുക m1L0 t⁻² എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ രീതിക്കാണ് നമ്മൾ k എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷനെ കാണിക്കുക എന്ന് പറഞ്ഞു. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, അതേപോലെ തന്നെ ഈ ഭാഗത്ത് നിന്ന് മുമ്പ് 2013 മറ്റേ ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് പരിചയപ്പെടാം. അന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഒരു ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട് x = a + bt + ct². ഈ ഇക്വേഷൻ തന്നിട്ടുണ്ടായിരുന്നു x = a + bt + ct². നമ്മൾ പറഞ്ഞുള്ള കാര്യമായിരുന്നു ഇവിടെ x എന്ന് പറയുന്ന ക്വാണ്ടിറ്റി റെപ്രസെന്റ് ചെയ്യുന്നത് x ഇൻ മീറ്റേഴ്സ് ആണ്, x മീറ്ററിലാണ്. ദാറ്റ് മീൻസ് x എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഡിസ്പ്ലേസ്മെന്റ് ആണെന്ന് അർത്ഥം അല്ലേ, മീറ്ററിൽ വരുന്ന ക്വാണ്ടിറ്റി ആണ്. അതേപോലെ തന്നെ t റെപ്രസെന്റ് ഇൻ സെക്കൻഡ്സ്, t നമ്മൾ കൺസിഡർ ചെയ്യുക സെക്കൻഡ്സിലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ബി ദ ഡയമെൻഷൻസ് ഓഫ് a, b ആൻഡ് c? a ന്റെയും b ന്റെയും c ന്റെയും ഡയമെൻഷൻസ് കാണുന്നുണ്ട്. അപ്പോൾ a ന്റെ ഡയമെൻഷൻ കാണണം, അതേപോലെ തന്നെ b ന്റെ ഡയമെൻഷൻ കാണണം. അപ്പോൾ ഇതിൽ ആദ്യം a ന്റെ ഡയമെൻഷൻ കാണാൻ വേണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം x ന്റെ ഡയമെൻഷൻ എന്താണോ അതന്നെ ആയിരിക്കും ആരുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത്, a ന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ x എന്ന് പറഞ്ഞാൽ മീറ്ററിലാണ്, അപ്പോൾ a ന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ x ന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ് മീറ്ററിലുള്ള അതേ ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ m⁻0L⁻1 t⁻0. ഇതായിരുന്നു നമ്മൾ a ന്റെ ഡയമെൻഷൻ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ടാവുക. അതേ സ്ഥാനത്ത് ഇനി രണ്ടാമത് നമ്മൾ b ന്റെ ഡയമെൻഷൻ വെച്ചിട്ടുണ്ട്. പക്ഷേ b ന്റെ ഡയമെൻഷൻ നമുക്ക് അറിയില്ല, പകരം നമുക്ക് അറിയാവുന്ന കാര്യം x ന്റെ ഡയമെൻഷൻ എന്താണോ അതന്നെയാണ് b ന്റെ ഡയമെൻഷൻ ഇൻടു t ന്റെ ഡയമെൻഷൻ വരുന്നുണ്ടാവുക. നമുക്ക് കാണേണ്ടത് ആരുടെ ഡയമെൻഷനാണ്, b ന്റെ ഡയമെൻഷൻ. അപ്പോൾ b ന്റെ ഡയമെൻഷൻ കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഒരു പ്രൊഡക്റ്റ് വാല്യൂലൊക്കെ ഒരു വേരിയബിളിന്റെ സംഭവമൊക്കെ അതിന്റെ വാല്യൂ കണ്ടെത്തുന്ന പോലെ തന്നെ ചെയ്യുക. അതായത് b ന്റെ ഡയമെൻഷൻ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാവുന്ന x ന്റെ ഡയമെൻഷൻ ഡിവൈഡ് ബൈ t ന്റെ ഡയമെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും അല്ലേ. x ന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം m⁻0L⁻1 t⁻0 ആണ് ഡിവൈഡ് ബൈ m0L0 t⁻1. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഡയമെൻഷൻ ആയിട്ട് നമുക്ക് കിട്ടുക m0L⁻1 t⁻−1 എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചോദിച്ചിട്ടുള്ളത് c ന്റെ ഡയമെൻഷൻ കാണാനാണ്. c ന്റെ ഡയമെൻഷൻ നമുക്ക് അറിയില്ല, പകരം നമുക്ക് ct², അതായത് x ന്റെ ഡയമെൻഷൻ തന്നെ ആയിരിക്കും ആരുടെ ഡയമെൻഷൻ അറിയാം, ct² ഡയമെൻഷൻ, c × t² ഡയമെൻഷൻ എന്നുള്ള കാര്യം നമുക്ക് അറിയാം. ഓക്കെ, അപ്പോൾ c ന്റെ ഡയമെൻഷൻ കാണണമെന്നുണ്ടെങ്കിൽ
എക്സിന്റെ ഡയമെൻഷൻ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എക്സിന്റെ ഡയമെൻഷൻ ഡിവൈഡ് ബൈ ടി സ്ക്വയറിന്റെ ഡയമെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, അപ്പോൾ ചെയ്യുന്ന സമയത്ത് m0 l റൈസ് ടു 1 t റൈസ് ടു -2 എന്ന് കിട്ടും. നമ്മൾ ഇത് ചെയ്ത അതേ രീതിക്ക് തന്നെ വരും. ഓക്കെ, ഇതാണ് മുമ്പ് ഒരു പ്രാവശ്യം നമ്മുടെ എക്സാമിന് ഈ പോർഷനിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ രണ്ട് രീതിയിൽ ക്വസ്റ്റ്യൻസ് നോക്കി കഴിഞ്ഞിട്ട് എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി എന്ന കൺസെപ്റ്റ് കൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള എല്ലാ പ്രോബ്ലംസും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചോദിക്കുന്ന നെക്സ്റ്റ് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആണ് നമ്മുടെ ഡയമെൻഷണൽ അനാലിസിസ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ്. ഡയമെൻഷണൽ അനാലിസിസ് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ്. എന്താണ് ഡയമെൻഷണൽ അനാലിസിസ് എന്ന് പറയുന്ന ഒരു ബേസിക് കൺസെപ്റ്റ് മനസ്സിലാക്കുക. ഒന്നുമില്ല, സിംപ്ലി ഡയമെൻഷൻസ് വെച്ച് നമ്മൾ നടത്തുന്നതാണ്. ദ അനാലിസിസ് ബേസ്ഡ് ഓൺ ഡയമെൻഷൻസ് ഈസ് സിംപ്ലി കോൾഡ് ആസ് ഡയമെൻഷണൽ അനാലിസിസ്. മെയിൻലി ഇറ്റ് ഹാവ് 3 ആപ്ലിക്കേഷൻ. പ്രധാനമായിട്ടും ഈ ഡയമെൻഷണൽ അനാലിസിസിന് നമ്മൾ 3 ആപ്ലിക്കേഷൻസ് ആണ് പറയാം. ആപ്ലിക്കേഷൻസ് എന്തായാലും ഓർത്തിരിക്കണം, 3 കാര്യങ്ങളാണ്. ഒന്ന്, ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് എ ഇക്വേഷൻ ആണ്. ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് എ ഇക്വേഷൻ. ഒരു ഇക്വേഷൻ എത്രത്തോളം കറക്റ്റ് ആണ് എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആരും ഉപയോഗിക്കുക, ഡയമെൻഷണൽ അനാലിസിസിന് ഉപയോഗിക്കുക. ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ. ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ. To check the correctness of an equation. ഒരു ഇക്വേഷന്റെ കറക്റ്റ്നെസ്സിനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യമായിട്ട് അതിന് ഉപയോഗിക്കുക, ഡയമെൻഷണൽ അനാലിസിസിന് ഉപയോഗിക്കുക. അതേപോലെ തന്നെ രണ്ടാമത്തെ കേസ്, അതിന്റെ ആപ്ലിക്കേഷൻ കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം. രണ്ടാമത്തെ കേസ് ടു ഡിറൈവ് എ ജനറൽ എക്സ്പ്രഷൻ. ഒരു ജനറൽ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആരും ഉപയോഗിക്കും, ഡയമെൻഷണൽ അനാലിസിസിന് ഉപയോഗിക്കും. നമ്മൾ പറഞ്ഞു 3 ആപ്ലിക്കേഷൻസ് ആണല്ലോ എന്ന് പറഞ്ഞു. ടു ഡിറൈവ് എ ജനറൽ എക്സ്പ്രഷൻ. ടു ഡിറൈവ് എ ജനറൽ എക്സ്പ്രഷൻ. ഒരു ജനറൽ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇതിന്റെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ. അതേപോലെ തന്നെ പിന്നെ നമ്മൾ ഇതിനെ ഉപയോഗിക്കുക, ഡയമെൻഷണൽ അനാലിസിസിനെ ഉപയോഗിക്കുക ടു കൺവേർട്ട് ഫ്രം വൺ യൂണിറ്റ് സിസ്റ്റം ടു അനദർ യൂണിറ്റ് സിസ്റ്റം. ടു കൺവേർട്ട് ഫ്രം വൺ യൂണിറ്റ് സിസ്റ്റം ടു അനദർ യൂണിറ്റ് സിസ്റ്റം. Another unit system. അത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഡയമെൻഷണൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ സിംപ്ലി ഡയമെൻഷൻസ് വെച്ച് നമ്മൾ നടത്തുന്ന ഒരു അനാലിസിസ് നമ്മൾ ഡയമെൻഷണൽ അനാലിസിസ് എന്ന് വിളിക്കുന്നത്. ദ അനാലിസിസ് ബേസ്ഡ് ഓൺ ഡയമെൻഷൻസ്. And then mainly this dimensional analysis has 3 applications. First of all, as we discussed, to check the correctness of an equation. ഒരു ഇക്വേഷന്റെ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കാന്ന് പറഞ്ഞു. രണ്ടാമത്തെ കേസ് ടു ഡിറൈവ് എ ജനറൽ എക്സ്പ്രഷൻ. ഒരു ജനറൽ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കാന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ തേർഡ് കേസ് ടു കൺവേർട്ട് ഫ്രം വൺ യൂണിറ്റ് സിസ്റ്റം ടു അനദർ യൂണിറ്റ് സിസ്റ്റം. ഒരു യൂണിറ്റ് സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു യൂണിറ്റ് സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇയാൾ ഉപയോഗിക്കാറുണ്ട് എന്ന് പറഞ്ഞു. നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ആദ്യത്തെ കേസ് ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് എൻ ഇക്വേഷൻ. എങ്ങനെയാണ് ഇപ്പോൾ ഡയമെൻഷണൽ അനാലിസിസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇക്വേഷന്റെ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇത്തരം കേസിൽ എക്സാമിന് പൊതുവെ നമ്മുടെ ക്വസ്റ്റ്യൻ തരുന്നത് ഈ രീതിയിലായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു ഇക്വേഷൻ ഇങ്ങനെ തരും. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത ഒരു ഇക്വേഷൻ തന്നെ എഴുതാം. S = ut + ½ at². ഈ രീതിയിലുള്ള ഇക്വേഷൻ നമുക്ക് നേരിട്ട് തരും. എന്നിട്ട് ചെക്ക് വെദർ ദ ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ് എന്ന് പറയും. ഈ രീതിയിലുള്ള ഇക്വേഷൻ ഡയറക്റ്റ് പറഞ്ഞിട്ട് ചെക്ക് വെദർ ദ ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ് എന്ന് പറയും. അപ്പോൾ ഇത്തരത്തിലുള്ള ഇക്വേഷൻ തന്നിട്ട് ഈ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? നമ്മൾ പറയുന്ന കാര്യം ഈ ഡയമെൻഷൻ അനാലിസിസ് പ്രകാരം നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി ആ കൺസെപ്റ്റ് വെച്ച് നമ്മൾ പറയുന്ന കാര്യം ഒരു ഇക്വേഷനിലെ എല്ലാ ടേംസിനും സെയിം ഡയമെൻഷൻ ആണ് ഉണ്ടാവുക നമുക്ക് അറിയാം അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള ഇക്വേഷൻ തന്നിട്ട് നമ്മൾ ചെക്ക് വെദർ ദ ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണോ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യത്തിലേ ഉള്ളൂ, ഈ ഇക്വേഷനിലെ ഓരോ ടേംസിന്റെയും ഓരോ ആൾക്കാരുടെ നല്ല ഓരോ ടേംസിന്റെയും അല്ലേ, ഇതിൽ ഏതൊക്കെ ടേംസ് എത്ര ടേംസ് ഉണ്ട്? 3 ടേംസ് ആണ് നമ്മൾ ഇതിൽ കാണിക്കുക അല്ലേ. t² എന്ന് പറഞ്ഞാൽ 3 ടേംസ് ആണല്ലേ. ഇതിലെ ഓരോ ടേംസിന്റെയും ഡയമെൻഷൻസ് എല്ലാ ടേംസിന്റെയും ഡയമെൻഷൻസ് സെയിം ആണെന്ന് കാണിച്ചു കൊടുത്താൽ മതി.
അപ്പൊ നമുക്ക് പറയാൻ പറ്റും അങ്ങനെ എല്ലാ ടേംസിന്റെയും ഡയമെൻഷൻസ് സെയിം ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ദി ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ്. കറക്റ്റ് എന്നല്ല, ഡയമെൻഷനലി കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ ചെക്ക് വെദർ ദിസ് ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ് എന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിലുള്ളൂ ഇതിൽ ഓരോ ടേംസിന്റെയും ഡയമെൻഷൻ കണ്ടെത്തും. അങ്ങനെ ഇതിൽ ഓരോ ടേംസിന്റെയും ഡയമെൻഷൻ ശരിയാണ് എന്ന് നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദിസ് ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ജസ്റ്റ് നമ്മൾ ചെയ്യേണ്ട രീതിക്കാണ് നമ്മൾ ഓരോന്നിന്റെയും ഡയമെൻഷൻ കാണിച്ചു. എസിന്റെ ഡയമെൻഷൻ എന്താ നമുക്ക് കിട്ടുക? എസ് എന്ന് പറഞ്ഞ ഡിസ്പ്ലേസ്മെന്റ് ആണ്, നമുക്ക് അറിയുന്ന ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ m⁻⁴ L1 t⁻�0 എന്ന് കിട്ടും അല്ലേ. അതേപോലെ തന്നെ യു ടിയുടെ ഡയമെൻഷൻ കാണാം, u × t അല്ലേ, ut അതാണ് ഒരു ടേം, അല്ലാതെ യു ടേമും ടി ടേമും അല്ല, നമ്മൾ അത് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ യു ടിയുടെ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ യു എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് എൻ്റെ യൂണിറ്റ് എടുത്ത് നോക്കി. യു എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ് അല്ലേ, അത് മീറ്റർ പെർ സെക്കൻഡ് ആണ്. മീറ്റർ s⁻⁻⁴ ആണ് യൂണിറ്റ് വരിക. ടിയുടെ സെക്കൻഡ് ആണ് വരിക. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. മീറ്റർ തന്നെയാണ് യൂണിറ്റ് വരിക. ദാറ്റ് ഈസ് m0 L⁻⁴ t⁻⁴ എന്ന് കിട്ടും. നെക്സ്റ്റ് ഉള്ളത് at². അപ്പോൾ പല ആൾക്കാർക്കുള്ള സംശയം ഉണ്ടാവും, നമ്മളത് ഹാഫ് at² എന്ന് എഴുതാതെ. അതൊന്നുകൊണ്ടും അല്ല, നമ്മൾ ഇത്തരത്തിലുള്ള കോൺസ്റ്റൻസിന്റെ ഡയമെൻഷൻസ് ഇല്ല, നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. കോൺസ്റ്റന്റ് ക്വാണ്ടിറ്റീസ് നമ്മൾ ഡയമെൻഷൻസ് പറയാറില്ല. അപ്പോൾ ഹാഫ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, അതിന്റെ ഡയമെൻഷൻ നമ്മൾ കൺസിഡർ ചെയ്യാറില്ല അല്ലേ. ഓക്കെ, അപ്പോൾ എ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ആണ്, നമുക്കറിയാം. നമ്മൾ ത്വരണം എന്നൊക്കെ പറയുന്ന ആക്സിലറേഷൻ എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയാണ് എ എന്ന് പറയുന്നത്. അപ്പോൾ ആക്സിലറേഷന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്, m⁻⁻² ആണ്. ഇൻറ്റു സമയം അല്ലേ, സെക്കൻഡ് ആണ്. പക്ഷെ അതിന് സ്ക്വയർ കൂടെ ഉണ്ട്, അപ്പോൾ s² എന്ന് ചെയ്യണം. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. യൂണിറ്റ് തന്നെ കിട്ടും, മീറ്റർ തന്നെ കിട്ടും. ദാറ്റ് ഈസ് ദ ഡയമെൻഷൻ ഈസ് m0 L⁻⁴ t⁻�0. അപ്പോൾ അത് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം എസ് എന്ന് പറയുന്ന ടേമിന്റെ ഡയമെൻഷൻ എന്താണോ അതിനെയാണ് സെക്കൻഡ് ടേം ആയിട്ടുള്ള യൂണിറ്റ് ഡയമെൻഷൻ അല്ലേ, m0 L⁻⁴ t⁻�0. അതിനെയാണ് തേർഡ് ടേം ആയിട്ടുള്ള at² ഡയമെൻഷൻ വരുന്നത്. സോ ദാറ്റ് വി ക്യാൻ സേ ദാറ്റ് ദിസ് ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ്. Okay, that's only about this case of cosines. No. ഇനി നമ്മൾ പറഞ്ഞ സെക്കൻഡ് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ്, അതായത് ടു ഡിറൈവ് എ ജനറൽ എക്സ്പ്രഷൻ. ടു ഡിറൈവ് എ ജനറൽ എക്സ്പ്രഷൻ. എക്സ്പ്രഷൻ ഇതും എക്സാമിന് പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ജനറൽ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്താൽ എടുക്കാൻ വേണ്ടി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഈ ക്വസ്റ്റ്യൻസ് പൊതുവെ നമ്മൾ ഈ രീതിക്കാണ് പറയുക, അതായത് എക്സാമിന് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുന്ന ഈ രീതിക്കായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇങ്ങനെ പറയും, ഒരു ബോഡി ഒരു കർവ്ഡ് പാത്തിലൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് ആ ബോഡിയുടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് FC, സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് വിൽ ഡിപ്പെൻഡ് ഓൺ മാസ് ഓഫ് ദ ബോഡി. ആ ബോഡിയുടെ മാസിനെ m-നെ ഡിപ്പെൻഡ് ചെയ്യും. അതേപോലെ തന്നെ വെലോസിറ്റി, അതിന്റെ വെലോസിറ്റിയെ ഒരു പക്ഷേ ഡിപ്പെൻഡ് ചെയ്യാം, മാസിനെ ഡിപ്പെൻഡ് ചെയ്യാം, വെലോസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യാം. അതേപോലെ തന്നെ ആരെ ഡിപ്പെൻഡ് ചെയ്യാം? ആ കർവ്ഡ് പാത്തിന്റെ റേഡിയസിനെയും ഡിപ്പെൻഡ് ചെയ്യാം. ഡിപ്പെൻഡ് ചെയ്യൂലെന്ന് നമുക്ക് അറിയില്ല, അത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു കേസ് ക്വസ്റ്റ്യൻ പറഞ്ഞതാണ്, ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടാവും, പ്രീവിയസ് എക്സാമിലെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ജസ്റ്റ് ആ ക്വസ്റ്റിന്റെ കേസ് കൺസെപ്റ്റ് പറഞ്ഞതിലാണ്. ഒരു ബോഡി ഒരു കർവ്ഡ് പാത്തിലൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് ആ ബോഡിയുടെ ഫോഴ്സ്, അതിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്, സെൻട്രിപെറ്റൽ ഫോഴ്സ് മേ ഡിപ്പെൻഡ് ഓൺ മാസ് ഓഫ് ദ ബോഡി, വെലോസിറ്റി ഓഫ് ദ ബോഡി ആൻഡ് റേഡിയസ് ഓഫ് ദ കർവ്ഡ് പാത്ത് എന്ന് പറഞ്ഞു. Then find the relation connecting or find the equation or derive the equation based on these given data. Like ഇത് തന്നിട്ടുള്ള given data ബേസ് ചെയ്തിട്ട് ഈ സെൻട്രിപെറ്റൽ ഫോഴ്സിനുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കാൻ നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, ഇത്തരം ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യാൻ പറ്റും ചോദിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ നമ്മൾ ടൈം പീരിയഡ് കേസ് ചെയ്തിട്ടുണ്ടാവും പെറ്റിലത്തിന്റെ കേസിൽ അല്ലേ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ എഫ് സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത്, ഞാൻ FC എന്ന് കാണിക്കുകയാണ്. FC സെപ്പറേറ്റ് ക്വാണ്ടിറ്റി അല്ല, എഫ് താഴെ സെൻട്രിപെറ്റൽ ഫോഴ്സ് അത് മനസ്സിലാക്കാൻ വേണ്ടി C എന്ന് കാണിക്കുകയാണ്. ഇത് ആരൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ വെലോസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ റേഡിയസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഓരോന്നിന്റെയും മേലെ ഞാൻ ഓരോ നമ്പേഴ്സ് കൊടുക്കുകയാണ്, ഓരോ വാല്യൂസ് കൊടുക്കുക, ABC എന്ന് ഓരോ വേരിയബിൾസ് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് ഏതിനാണ് സ്ക്വയറോ ക്യൂബോ എങ്ങനെയാണ് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ഓരോ ക്വാണ്ടിറ്റീസ് എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ അത് ഡിറൈവ് ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കൊരു പ്രൊപ്പോർഷണാലിറ്റി കിട്ടി. FC സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് മാസിനെയും വെലോസിറ്റിയെയും റേഡിയസിനെയും ഡിപ്പെൻഡ് ചെയ്യാം. ഏത് രീതിക്കാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വി ക്യാൻ റൈറ്റ് ദാറ്റ് FC ഒരു പ്രൊപ്പോർഷണാലിറ്റി കിട്ടി കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഇതിന്റെ ഇക്വേഷൻ ആക്കി മാറ്റും അല്ലേ. അപ്പോൾ FC = K ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു m⁻⁴
വി റേസ് ടു ബി ആർ റേസ് ടു സി. ഈ രീതിക്കുള്ള കാണിക്കാം. ഓക്കെ, നെക്സ്റ്റ് നമുക്കറിയാം എഫ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണ് അല്ലേ. അപ്പൊ ഫോഴ്സ് എന്ന് പറയുമ്പോൾ അതിന്റെ ഡയമെൻഷൻ ഉണ്ടാവുമല്ലോ. നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഈ രണ്ട് ഭാഗത്തിന്റെ ഡയമെൻഷൻസ് കൺസിഡർ ചെയ്യുക. അതായത് ഇവിടെ എഫ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണ്, ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻടു ആക്സലറേഷൻ ആണ്. അപ്പൊ LHS ലെഫ്റ്റ് സൈഡിൽ ഇതിന്റെ ഡയമെൻഷൻസ് ചെയ്ത്, അതായത് ഫോഴ്സിന്റെ ഡയമെൻഷൻ m റേസ് ടു 1 l റേസ് ടു 1 t റേസ് ടു -2 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് യൂണിറ്റ് കിട്ടുക അല്ലേ. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ കെ എന്ന് പറയുന്ന ക്വാണ്ടിറ്റിക്ക് ഡയമെൻഷൻ ഉണ്ടാവുമോ? ഇല്ല, കോൺസ്റ്റന്റ് ആണ്. നേരത്തെ പറഞ്ഞ 1/2 ഉള്ള ക്വാണ്ടിറ്റിയാണ്, ഡയമെൻഷൻ നമ്മൾ കൺസിഡർ ചെയ്യില്ല. അപ്പൊ കെക്ക് ഡയമെൻഷൻ ഒന്നും ഇല്ല. പിന്നെ എം എന്ന് പറഞ്ഞാൽ മാസ് ആണ് അല്ലേ. അപ്പൊ അതിന്റെ ഇത് എം തന്നെയാണ് വരിക, m റേസ് ടു ഒന്നില്ലെങ്കിൽ ഇങ്ങനെ കാണിക്കാം, അല്ലെങ്കിൽ നേരിട്ട് m റേസ് ടു a ഇത്ര കാണിച്ചാൽ മതി, ഇതിന്റെ ആവശ്യമുള്ളൂ. m റേസ് ടു a അല്ലേ. ഓക്കെ, അതേപോലെ തന്നെ വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡ് ആണ്, l t റേസ് ടു -1 ആണ്. അപ്പോൾ അതേ റേസ് ടു b. അതേപോലെ തന്നെ ആർ എന്ന് പറഞ്ഞ റേഡിയസ് ആണ്, ലെങ്ത് ആണ്. അപ്പോൾ l റേസ് ടു c. ഇത് നോക്കുന്ന സമയത്ത് ഇവിടെ m റേസ് ടു a ഉണ്ട്, l റേസ് ടു ഇവിടെ ഒരു b ഉണ്ട്, അതേപോലെ തന്നെ ഇവിടെ ഒരു c ഉണ്ട്. അപ്പോൾ l റേസ് ടു b പ്ലസ് c എന്ന് കൺസിഡർ ചെയ്യണം. അതേപോലെ തന്നെ t റേസ് ടു ഇവിടെ t റേസ് ടു മൈനസ് b ഉണ്ട്, അതിനുള്ളൂ അല്ലേ, t റേസ് ടു -1. ഓക്കെ, അപ്പോൾ m റേസ് ടു 1 l റേസ് ടു 1 t റേസ് ടു -2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ m റേസ് ടു a t റേസ് ടു b പ്ലസ് c t റേസ് ടു -b ക്ക് ഈക്വൽ ആണ് എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം ഈ രണ്ട് ഭാഗത്തും ഇതിന്റെ ഡയമെൻഷൻസിനെ, ഈ വേരിയബിൾസിന്റെ ഡയമെൻഷൻസ് ഇക്വേറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നോക്കുന്ന സമയത്ത് ഇവിടെ രണ്ടും, അതായത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി നോക്കുക, അതേപോലെ തന്നെ അതിന്റെ വേരിയബിൾസ് നോക്കുക. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എമ്മിന്റെ പവർ ഇവിടെ a ആണ്, ഇവിടെ 1 ആണ്. നമുക്ക് പറയാൻ പറ്റും ദാറ്റ് ഈസ് a ഈക്വൽ ടു 1 ആണ്. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ എല്ലിന്റെ പവർ 1 ആണ്, ഇവിടെ b പ്ലസ് c ആണ്. നമുക്ക് പറയാൻ പറ്റും b പ്ലസ് c എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. b നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, അതിന്റെ മുമ്പായിട്ട് ഇനി ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം -b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഈക്വൽ ആണ്, -2 ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് b ന്റെ വാല്യൂ കിട്ടിയില്ലേ, b ന്റെ വാല്യൂ ഈക്വൽ ടു 2 എന്ന് കിട്ടി. b ന്റെ വാല്യൂ 2 എന്ന് കിട്ടിയിട്ടുണ്ട്, a ന്റെ വാല്യൂ ഓൾറെഡി 1 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് c ന്റെ വാല്യൂ കണ്ടെത്താം അല്ലേ. ഇതിനെ c ന്റെ വാല്യൂ കണ്ടെത്തുക, c ഈക്വൽ ടു 1 - b എന്നാണ് എഴുതുക. അതായത് c ഈക്വൽ ടു 1 - b എന്ന് പറഞ്ഞാൽ 2 ആണ്, ദാറ്റ് ഈസ് -1 എന്ന് കിട്ടും. അപ്പോൾ c ന്റെ വാല്യൂ കിട്ടിയത് -1. അപ്പോൾ a ന്റെയും b ന്റെയും c ന്റെയും വാല്യൂ നമ്മൾ കണ്ടെത്തി. അപ്പോൾ അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ പോസ് ചെയ്തൊന്ന് പ്ലേ ബാക്ക് ചെയ്തിട്ട് കൂടെ കണ്ടു നോക്കുക. അപ്പോൾ ഇതിൽ 3 ക്വാണ്ടിറ്റീസിന്റെയും ഡയമെൻഷൻ നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ ഈ രീതിക്കായിരുന്നു അല്ലേ. FC സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന്റെ ഇക്വേഷൻ ഇങ്ങനെയായിരുന്നു, FC ഈക്വൽ ടു k ഇൻറ്റു m റേസ് ടു a v റേസ് ടു b r റേസ് ടു c എന്നായിരുന്നു. അപ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടിയില്ലേ, FC ഈക്വൽ ടു k ഇൻറ്റു a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര 1 ആണ്, b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്, b സ്ക്വയർ ആണ്, r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 ആണ്. അപ്പോൾ ഇക്വേഷൻ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന്റെ ഇക്വേഷൻ കിട്ടിയത് F ഈക്വൽ ടു k mv സ്ക്വയർ ബൈ r എന്ന് കിട്ടി. നമുക്ക് ആൾറെഡി അറിയുന്ന ഇക്വേഷൻ തന്നെയായിരുന്നു അല്ലേ. അവിടെ k ന്റെ വാല്യൂ 1 കൺസിഡർ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് പരിചയമുള്ള സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന്റെ റിലേഷൻ തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഡയമെൻഷൻ അനാലിസിസിന്റെ തേർഡ് രീതിയിൽ അതിന്റെ അപ്ലിക്കേഷൻസ് പ്രോബ്ലംസ് ഒക്കെ ഏത് രീതിയിൽ ചോദിക്കുന്നുള്ള കാര്യം പരിചയപ്പെടാം. അപ്പോൾ തേർഡ് ആപ്ലിക്കേഷൻ ആയിട്ട് നമ്മൾ പറഞ്ഞത് ടു കൺവേർട്ട് ഫ്രം വൺ യൂണിറ്റ് സിസ്റ്റം ടു അനദർ യൂണിറ്റ് സിസ്റ്റം എന്നാണ്. ടു കൺവേർട്ട് ഫ്രം വൺ യൂണിറ്റ് സിസ്റ്റം ടു അനദർ. To convert from one unit system to another. ഒരു യൂണിറ്റ് സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു യൂണിറ്റ് സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നതാണ്. നമുക്ക് നോക്കാം ഏത് രീതിക്കാണ് ഒരു യൂണിറ്റ് സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു യൂണിറ്റ് സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുക. ഫോർ എക്സാമ്പിൾ നമ്മുടെ എക്സാം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ 25 ന്യൂട്ടനെ കൺവേർട്ട് ടു CGS. 25 ന്യൂട്ടൺ എന്ന് പറയുന്ന SI യൂണിറ്റുള്ള ഈ വാല്യൂവിനെ CGS-ലേക്ക് കൺവേർട്ട് ചെയ്യുക. CGS എന്ന് പറഞ്ഞാൽ സെന്റിമീറ്റർ ഗ്രാം സെക്കൻഡ് സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഇത്തരം ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം നോർമലി ന്യൂട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സിന്റെ യൂണിറ്റ് ആണ് അല്ലേ. അപ്പൊ 25 ന്യൂട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 25 ന്യൂട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 25 ന്യൂട്ടൺ നമ്മൾ എഴുതുക ഏത് രീതിക്കാ. 25 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ കിലോഗ്രാം, ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്, ഫോഴ്സിന്റെ യൂണിറ്റ് ആണ്. അത് ആലോചിച്ചാൽ മതി. മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണ് മാസിന്റെ യൂണിറ്റ്, കിലോഗ്രാം ഇൻറ്റു ആക്സലറേഷൻ അത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി ഈ വാല്യൂവിനെയാണ് നമ്മൾ എന്തിലേക്ക് മാറ്റേണ്ടത്, CGS-ലേക്ക് മാറ്റേണ്ടത്. അപ്പോൾ 25 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിന് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നോക്കുക, ശ്രദ്ധിക്കുക.
അപ്പോൾ ഇതിന്റെ കേസിൽ ഇതിനെ എങ്ങനെയാണ് സി ജി എസിലേക്ക് മാറ്റുക? അപ്പൊ സി ജി എസിൽ എന്താണ് യൂണിറ്റ് എന്നുള്ള കാര്യം നമുക്ക് ആദ്യം നോക്കാം. സി ജി എസ് സെന്റിമീറ്റർ ഗ്രാം സെക്കൻഡ് ആണ് അല്ലെ യൂണിറ്റ്. അപ്പൊ കിലോഗ്രാമിന് പകരം എന്തായിരിക്കും ഉണ്ടാവുക? ഗ്രാം ആയിരിക്കും ഉണ്ടാവുക. മീറ്ററിന് പകരം എന്താ ഉണ്ടാവുക? സെന്റിമീറ്റർ ആണ് ഉണ്ടാവുക. സെക്കൻഡിന് പകരം സെക്കൻഡിന് അല്ലെ, ഈ രീതിക്കായിരിക്കും യൂണിറ്റ് വരെ ഉണ്ടാവുക. അപ്പൊ ഇതിനെ കൺവേർട്ട് ചെയ്ത് നോക്കാം. അപ്പൊ ഇതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന രീതി എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ തന്നിട്ടുള്ള വാല്യൂ ആദ്യം അതേപോലെ തന്നെ എഴുതുക. 25 അത് അതേപോലെ തന്നെ എഴുതുക. പിന്നെ ഇവിടെ കിലോഗ്രാം ആണ് ശരിക്കും ഉള്ളത് അല്ലെ, പക്ഷെ നമ്മൾ അതിനെ എന്താക്കിയിട്ട് എഴുതണേ? ഗ്രാം ആക്കിയിട്ട് എഴുതണേ. അപ്പൊ കിലോഗ്രാമിന് എങ്ങനെ നമ്മൾ ഗ്രാം എഴുതുക? കിലോഗ്രാം ആണ് അല്ലെ. അപ്പൊ 10⁻³ ഗ്രാം എന്നാക്കിയിട്ട് നമുക്ക് ഇതിനെ എഴുതാൻ പറ്റുള്ളൂ. ഗ്രാമിലാക്കി ഇതിനെ എഴുതാം. ഓക്കെ. നെക്സ്റ്റ് ഇവിടെ മീറ്റർ ഉണ്ട്. നമുക്ക് എന്തിനാ വേണ്ടത്? സെന്റിമീറ്റർ. അപ്പൊ മീറ്ററിനെ സെന്റിമീറ്ററിലാക്കി എഴുതാം. എങ്ങനെ മീറ്ററിനെ സെന്റിമീറ്ററിലാക്കി എഴുതാം? 10⁻² സെന്റിമീറ്റർ എന്ന് എഴുതാൻ പറ്റും അല്ലെ. ഒരു മീറ്ററിനെ 10⁻² സെന്റിമീറ്റർ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ. പിന്നെ സെക്കൻഡ് ആണ്, അവിടെ സെക്കൻഡ് ആണ്. ഓക്കെ. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ 25 ഉണ്ട്, അതേപോലെ തന്നെ ഇവിടെ 10⁻³ ഉണ്ട്, 10⁻² ഉണ്ട്. അപ്പൊ 10⁻5 ഗ്രാം സെന്റിമീറ്റർ സെക്കൻഡ്⁻². ഈ രീതിയിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഈ രീതിക്ക് ഏതൊരു ക്വാണ്ടിറ്റിയും, അതായത് അതിന്റെ ഒരു ബേസിക് ഐഡിയ നമുക്ക് ഉണ്ടായാൽ മതി. ഗ്രാം, കിലോഗ്രാം അത്തരം കൺസെപ്റ്റുകളൊക്കെ ഉണ്ടായാൽ മതി. അങ്ങനെ ചോദിക്കുന്ന എല്ലാ പ്രോബ്ലംസും നമുക്ക് ഈ രീതിയിൽ ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ ഇത്രയും ഭാഗമാണ് നമ്മൾ ഇതിന്റെ ഫസ്റ്റ് പാർട്ടിൽ, ഈ വീഡിയോയുടെ ഫസ്റ്റ് പാർട്ടിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക, ഫ്രണ്ട്സുമായിട്ട് മറ്റൊക്കെ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെല്ലൈക്കനൊക്കെ എനേബിൾ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട ഡൗട്ട് തോന്നുന്ന കൂടുതൽ ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാം. നമുക്ക് അത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടുതൽ വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ കുറഞ്ഞ സമയത്ത്, ഈ എക്സാം ചെയ്ത് അടുത്തിരിക്കുകയാണ്, കുറച്ച് ദിവസങ്ങളുള്ളൂ, 1 വീക്കുള്ളൂ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് വർക്ക് ചെയ്യുക. ഓക്കെ. താങ്ക് യു.